ഇന്നേ ഉമ്മ ഉണ്ടാക്കാൻ പോണ എന്താ വെച്ചാലേ ഇപ്പൊ എറണാകുളത്ത് ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. കൊച്ചിയിലല്ലേ? ആ, എന്തൊക്കെയാണെന്ന് ഉമ്മ എന്നെ പറഞ്ഞോ. അതെ, മൺമഷ്കയും ഇറാനി ചായയുമാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് വീട്ടിലത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് കാണാം. ഞാൻ അതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞുതരാം എങ്ങനെ ഉണ്ട്. ഉമ്മ ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ബൺ മസ്ക ഉണ്ടാക്കാനുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ബട്ടർ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കുത്തി ഉടച്ചെടുക്കാം. ബട്ടർ കൊണ്ടുവന്നിട്ട് പുറത്ത് വെച്ചിട്ട് നമ്മുടെ സാധാ ബട്ടർ ഉരുകി വന്നതിന് ശേഷം വേണം ഇത് എടുക്കാൻ കേട്ടോ. ആ തണുപ്പോടെ തന്നെ ഉണ്ടാക്കാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂണിൻ്റെ കുറച്ചായിട്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ 2-3 തുള്ളി മതി. ഇത് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ മണമായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ പാടൊന്ന് പതഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഓവറായിട്ട് ലൂസാവോ വെള്ളമാവോ ഒന്നും ചെയ്യരുത്. നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഇടുന്നത് ഈ പറഞ്ഞു തന്ന അളവിന് മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരട്ടോ. ഇത് മറ്റേ ഈ ബീറ്ററൊക്കെ അല്ലേ ഇങ്ങനെ കലക്കണ ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊന്തി വരും കേട്ടോ. അതേറ്റാക്കണ നല്ലതല്ലേ? പക്ഷെ എല്ലാരും വീട്ടിലും ഉണ്ടാവൂലല്ലോ അല്ലേ? അതെ, ഞങ്ങളുടെ വീട്ടിലില്ല കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ മസ്ക ബന്നിൻ്റെ ക്രീം നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മളെ മെഷീൻ വെച്ച് അടിച്ചില്ലെങ്കിലും ഈ സാധനം വെച്ച് അടിച്ചിട്ടും നല്ലപോലെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ മക്കളെ. ഇനി നമുക്ക് വേണ്ടത് ബന്നാണ്. ഞാനിവിടെ 4 മിൽക്ക് ബന്നാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും ബന്ന് വാങ്ങാൻ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയിലുള്ള ബന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം മക്കളെ. നമുക്ക് ചെറിയ തീ വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് ചട്ടിയുടെ എല്ലാ ഭാഗത്താവണ പോലെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ 4 ബന്ന് ഇതിൻ്റെ മേലിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് മൂടി വെക്കാം മക്കളെ. ചെറിയ തീ വെച്ചാൽ മതി കേട്ടോ. മൂടി വെച്ചിട്ട് തീ കൂട്ടമൊന്നും വേണ്ടേ. ബന്നൊന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ. നമ്മുടെ ബന്നൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ച് തിരിച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ തന്നെ ബട്ടർ പുരട്ടിയതുണ്ട്. അപ്പോൾ വേറെ ബട്ടർ പുരട്ടണ്ട. ഇത് തന്നെ തിരിച്ച് വെക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഇതേപോലെ ചെറിയ തീ വെച്ച് ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം. അങ്ങനെ മക്കളെ, നമ്മുടെ ബന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടെടുത്ത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. 2 വശത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. എടുക്കുമ്പോൾ നോക്കിയെടുക്കണം, കയ്യിൽ ചൂടുപെടാതെ. എന്താ, ഇനി നമുക്ക് നമ്മുടെ ബന്നിനെ 2ആയിട്ട് മുറിക്കാം. 2ആയിട്ട് പറഞ്ഞാൽ കുറച്ച് വിട്ടിട്ട് വേണം മുറിക്കാൻ കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ ആക്കിയെടുക്കുക. കുറച്ച് ഭാഗം മുറിക്കരുത്, കണ്ടില്ലേ? ബാക്കി എല്ലാ ഭാഗവും മുറിച്ചിങ്ങനെ ആക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ക്രീം തേക്കണം. ഇതിൻ്റെ മേലെ ഇങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും പടുന്ന രീതിയിൽ വേണം ക്രീം തേക്കാനിട്ട് വെക്കണം. ഇനി നമുക്കിത് ഇങ്ങനെ അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ കൈ പിടിക്കുന്നിടത്ത് പെടല്ലേ. ഇപ്പം ബന്നിൻ്റെ പണി ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ?
നമുക്ക് എല്ലാതും ഇതേപോലെ ആക്കി എടുക്കാം. അടുത്തത് എടുത്തിട്ട് ഇങ്ങനെ നമ്മളൊന്ന് മുറിച്ച് ഇതിൽ നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. മൂടിയിട്ട് ഇതിൻ്റെ സൈഡിലും തേച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതിലും കൂടി ഇതേപോലെ തേച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഇറാനി ചായ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിതാ ഈ ഒരു പാത്രമാണ് വെക്കുന്നത്. അതിൽ നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതിയിൽ കടുപ്പത്തിനനുസരിച്ചിട്ടാണ് ചായപ്പൊടി ഇടുക. അപ്പോൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഞാനിതിലേക്കൊരു 4 ഗ്രാമ്പ് ഇടുന്നുണ്ട്. 4 ഗ്രാമ്പ്, ചെറിയ ഒരു 3-4 കഷ്ണം പട്ട, 4 ഏലക്ക ഒന്ന് ചതച്ചത് അതിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഈ മൂടുമ്പോൾ പുറത്ത് കാറ്റൊന്നും വരാൻ പാടില്ല. ഈ ചായ ദം ചെയ്യുന്നത് പോലെയാണ് ചായ ഉണ്ടാക്കുന്നത്. ഈ ഓട്ടയിൽ ഞാൻ ഇതിൽ പേപ്പർ വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് കത്തിച്ചിട്ട് ഒരു 20 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇനി അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് പാലും കൂടി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിയെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. അത് ഇനി നമുക്ക് ചെറിയ തീയിൽ കത്തിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. മക്കളെ, ഈ ചായക്ക് തേയില തിളപ്പിക്കുന്നതും പാല് തിളപ്പിക്കുന്നതും ഒരേ ടൈമിൽ വേണം ചെയ്യാൻ. 2 അടുപ്പത്ത് വെച്ച് ചെയ്യുക. അപ്പം 2 ഒപ്പം തിളച്ച് വറ്റി വരും കേട്ടോ. അതില്ലെങ്കിൽ ഓരോന്നായിട്ട് തിളപ്പിക്കുമ്പോൾ അത് ചൂടാറിപ്പോവും. ചൂടാറിയ ടേസ്റ്റ് കുറയും. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ മക്കളെ, നമ്മുടെ തേയില 20 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. കണ്ടില്ലേ? തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഇറക്കി വെക്കാം. ഇത് കണ്ടില്ലേ മക്കളെ? ഇപ്പോൾ പാലൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ഇറാനി ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേയില ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ പാലൊഴിച്ചു കൊടുക്കാം. അപ്പം ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മക്കളെ, നമ്മുടെ മസ്ക ബന്നും ഇറാനി ചായയും വീട്ടിൽ തന്നെ നമ്മൾ സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. തിന്നോക്കട്ടെ അമ്മ, തിന്നോക്കട്ടെ. ആദ്യം ഇങ്ങനെ ഒന്ന് കഴിച്ചോട്ടെ. ചായയിൽ മുക്കി കഴിക്കേ. അതാ എൻ്റെ രീതി. ആ, സംഭവം ചായയിൽ മുക്കി കഴിക്കുമ്പോൾ അത്ര അതിൻ്റെ ഒരു ടേസ്റ്റ്. ഈ മസ്കാൻ ബന്ന് പറയണത് നമ്മുടെ ചായയിൽ മുക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതേപോലെ ഇതേ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കണം. 10-18 വയസ്സായ കുട്ടികൾക്കാണ് ഇത് വലിയ ഇഷ്ടമാവുന്നത്. നമ്മളെ പോലെ പ്രായമുള്ളവരൊന്നും അങ്ങനെ കഴിക്കില്ല തോന്നുന്നുണ്ട്. എന്നാലും കഴിക്കാതിരിക്കില്ല. എല്ലാവരും ഇതുണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.